കുട്ടികളെ കുറച്ചധികം ചെറിയുള്ളി, കുഞ്ഞി സവാള, ഒരു 4-5 പച്ചമുളക്. ഞാനിവിടെ ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്യേണ്ട അങ്ങനെ തന്നെ. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി. ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി മുക്കിയെങ്കിലേ നന്നായിട്ട് വഴറ്റുക. ഒരുപാട് മുരിയണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഞാൻ ഏകദേശം 1 കിലോ ബീഫാണ്. കുറച്ച് നെയ്യുള്ള ബീഫ് വേണം. ദേ നമ്മുടെ ട്രെൻഡിങ് വെളിച്ചെണ്ണ കുപ്പികൾ ഇരിക്കുന്നത് കണ്ടോ, നിരന്ന് സ്പ്രേ അടിക്കുന്നത്, തൂക്കുന്നത്, ഒഴിക്കുന്നത്, അങ്ങനെ എല്ലാം ഉണ്ട്. ടിന്നുകളും കണ്ടല്ലോ നിരനിരന്നായിട്ടിരിക്കുന്നത്. 12 ടിന്നിന് ഇത്രയും വിലക്കുറവിൽ കിട്ടത്തില്ല. ചതച്ച മുളക് വേണം. ഇല്ലെങ്കിൽ ബീഫിന്റെ ഒപ്പം തന്നെ കടയിൽ നിന്ന് ചതച്ച മുളകും കൂടിയാണ് മേടിച്ചോട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി. ഇത് ഈ ഒരു പാകം ഒരുപാട് മൊരിയിച്ച് കരിയിച്ചൊന്നും എടുക്കണ്ട. ഈ ചക്കക്കുരുവിന് പകരം കപ്പ, കൂർക്ക ഇതെല്ലാം ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോ ഈ ചെയ്യുന്ന കറിയിൽ, അതായത് ഈ രീതിയിൽ, കറിയിലല്ല ഈ രീതിയിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഗരം മസാല പൊടിയാണ് കേട്ടോ. ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ, 2 സ്പൂൺ മതിയാവും ഈ 1 കിലോന്റെ ഇതിന്. 2 സ്പൂൺ ചതച്ച മുളക്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കളറിനൊക്കെ കുറച്ചൊരു വ്യത്യാസം, ഇച്ചിരി ചുവപ്പ് കളർ വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കണം കേട്ടോ. ഞാനപ്പോ കുറച്ചുകൂടി കാശ്മീരി ചില്ലിപ്പൊടിയും ഒരു 1/2 സ്പൂൺ, അതായത് ടോട്ടല് 1 സ്പൂൺ ഗരം മസാല ഇട്ടേണം. ഒരു കറുത്ത കറിയല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചുമന്ന കറിയാണ്. അപ്പൊ അത് നമ്മളുടെ ആ ഒരു കണ്ണിന്റെ ഭംഗി പോലെയാണ്. ഇതൊരു ചുമന്നിരിക്കണം. വെള്ളം ഒന്നും ഒഴിക്കരുത്. ഇപ്പൊ കൊണ്ടുപോയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ ഈ ബീഫ് അങ്ങോട്ട് ചേർക്കുക, ഉപ്പിടുക, നന്നായിട്ട് ഇളക്കണം. ചക്കക്കുരു ഇടരുത് ഇപ്പോ കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതിന്റെ മേളില് ചക്കക്കുരു ഇട്ടിട്ട് പിന്നെ ഇളക്കരുത്. കപ്പയും ഇതുപോലെ നമുക്ക് മേളിലിടാം, കൂർക്കയും അതുപോലെ ഇതുപോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് കൂർക്ക ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇത്തിരി മസാലപ്പൊടി കൂടുതലിടണം കേട്ടോ. വെള്ളം ഒഴിക്കരുത്. കറിവേപ്പില ഇടുക, കുക്കർ അടച്ചു വെക്കുക, ഒരു വിസില് അടിച്ച് കുറഞ്ഞ തീയിൽ 15 മിനിറ്റ് മതി. ഏത് ബീഫ് നല്ല രീതിക്ക് ഇങ്ങനെ വെന്ത് വരും. നമ്മളുടെ ആവശ്യത്തിന് ഇങ്ങനെ വരട്ടിയെടുക്കുക. ഒരുവിധം ഒരു കുറുകിയ രീതിയാണ് നല്ല കേട്ടോ ഈ ചക്കക്കുരു ഒക്കെ ഇടുന്ന കറികൾക്ക്. ഇതൊരു നാടൻ കറിയാണ്. എന്റെ പപ്പയൊക്കെ പണ്ടേ വെച്ചിരിക്കുന്നതാണ്. ഈ ലാസ്റ്റ് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഗരം മസാലപ്പൊടിയും കുറച്ചുകൂടി കുരുമുളക് കൂടി ഇടാം. നല്ല എരിവുള്ള കറിയാണ്. ഇതേ കപ്പയൊക്കെ ഇട്ടാൽ പൊളിയാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കറി വെക്കുമായിരുന്നു. ഈ കപ്പയും ചക്കക്കുരു, ചേന, പിന്നെ ഈ കാച്ചിൽ, ഇതൊക്കെ ഇതുപോലെ കറി വെച്ചെടുക്കാൻ പറ്റും. ഈ കൂർക്കയിൽ മാത്രമാണ് ഇച്ചിരി ഗരം മസാലയൊക്കെ കൂടുതൽ നല്ലതാണ് കേട്ടോ.